എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പരിഹരിച്ച് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. കാര്യത്തിലേക്ക് കിടക്കാം. ഈ രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. പറഞ്ഞാലും ഒന്നും തീരത്തില്ല. അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് നിലവിൽ സാമ്പത്തിക തടസ്സങ്ങളും ഐശ്വര്യവും വർദ്ധിക്കാൻ, അതായത് രോഹിണി നക്ഷത്രക്കാർ മിക്ക കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി നമുക്ക് ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ സർവ്വ ഐശ്വര്യങ്ങളും മംഗളങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. ചന്ദ്രഭഗവാന്റെ ഭാര്യയാണ് രോഹിണി. നമുക്കറിയാം, പുരാണങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചന്ദ്രഭഗവാൻ ഇഷ്ടമുള്ള ഒരു ആളും കൂടെയാണ് രോഹിണി. അപ്പം രോഹിണി എന്ന് പറഞ്ഞാൽ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീജനങ്ങൾ ചന്ദ്രഭഗവാനെ വിധിപ്രകാരം വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊരിക്കലും കഷ്ടകാലങ്ങളും ദുരിതങ്ങളും ഉണ്ടാകില്ല. ധനധാന്യ സമ്പത്തും രാജാവിനെ പോലെ രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിക്കാൻ പറ്റും. ഇത് പുരുഷന്മാർക്കും ആയിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാം. ഒരു ഉദാഹരണത്തിന് നമ്മൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, വീട് വെച്ചിട്ട് വീട് പണി പൂർത്തീകരിക്കുന്നില്ല, അച്ഛൻ വഴി അമ്മ വഴി സ്വത്തുക്കൾ കിട്ടാനുള്ള തടസ്സങ്ങൾ നേരിടുന്നു, നമുക്ക് വിവാഹപരമായ തടസ്സങ്ങൾ നേരിടുന്നു, വിദേശത്ത് പോകാൻ തടസ്സങ്ങൾ നേരിടുന്നു, അതേപോലെ തന്നെ നമുക്ക് ജോലിയിലുള്ള തടസ്സങ്ങൾ. ഒരു ഉദാഹരണത്തിന് സർക്കാർ തലത്തിൽ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് പ്രമോഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനപരമായ ജോലികൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയൊക്കെ നമുക്ക് മാറ്റാൻ ചന്ദ്രഭഗവാന് വേണ്ട പോലെ കർമ്മങ്ങൾ രോഹിണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആദ്യം തന്നെ രോഹിണി നക്ഷത്രക്കാരെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ സൂര്യഭഗവാനെ തൊഴുന്ന കൂട്ടത്തിൽ തന്നെ ചന്ദ്രഭഗവാനെയും രാവിലെ എല്ലാവരും രോഹിണി നക്ഷത്രക്കാർ, ഇപ്പം ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുക. ചന്ദ്രൻ്റെ നമ്മൾ ആസ്പദമാക്കുന്ന ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം രോഹിണി നക്ഷത്രക്കാർ നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ പോയി 9 പ്രദക്ഷിണം വെച്ചിട്ട് ചന്ദ്രഭഗവാന് വെളുത്ത കളറിലെ ഉടയാടയും മുല്ലപ്പൂ മാലയും അതേപോലെ തന്നെ ഭഗവാന് മാത്രമായിട്ട് ഒരു അർച്ചന നടത്തുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക്. തിങ്കളാഴ്ച ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ പറയുന്ന വഴിപാടും കാര്യങ്ങളും രോഹിണി നക്ഷത്രക്കാർ ഞായറാഴ്ച ചെയ്താൽ മതി. ഒപ്പം തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ, അതേപോലെ തന്നെ ആഭിചാര ദോഷങ്ങൾ, തടസ്സങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി വെള്ളിയുടെ ഒരു ചന്ദ്രക്കല മേടിച്ച് നമ്മുടെ നെറ്റിയിൽ വെച്ച് 3 തവണ വലത്തുനിന്നും 3 തവണ ഇടത്തുനിന്നും ഒഴിയുക. ഒന്നും കൂടെ പറയുവാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള വെള്ളിക്കട കാണാം, വെള്ളിക്കടയിൽ ഒരു ചന്ദ്രക്കല മേടിക്കുക. ഈ ചന്ദ്രക്കല എടുത്തിട്ട് നമ്മൾ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും സങ്കല്പിച്ചിട്ട് 3 തവണ വലത്തുനിന്നൊഴിയുക, 3 തവണ ഒഴിഞ്ഞതിന് ശേഷം ശിവക്ഷേത്രം, അതായത് ഈ ഒരു കാര്യം ചെയ്യുമ്പം ശിവന്റെ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യണം. കഴിവതും ഉപപ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങൾ ചെയ്യാതിരിക്കുക. ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഈ ചന്ദ്രക്കല രോഹിണി നക്ഷത്രത്തിൻ്റെ അന്ന് സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരപരമായി ഉണ്ടാകുന്ന ക്ഷീണങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുദോഷങ്ങൾ, ശനിദോഷങ്ങൾ, അതുപോലെ തന്നെ നവഗ്രഹ ദോഷങ്ങൾ, പരിസരവാസികളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്ന് വരുന്ന പ്രാക്കുകൾ, നെഗറ്റീവ് എനർജി, ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റാൻ വേണ്ടി ചന്ദ്രക്കല ഒഴിഞ്ഞ് മഹാദേവന്റെ തിരുസന്നിധിയിൽ രോഹിണി നക്ഷത്രക്കാർ വെക്കുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. മറ്റുള്ള നക്ഷത്രങ്ങളെ പോലെ ഇവർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും, അതുപോലെ തന്നെ കടബാധ്യതകൾ മാറിക്കിട്ടും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം രോഹിണി നക്ഷത്രക്കാർക്ക് സാധ്യമാകാൻ തിങ്കളാഴ്ച ദിവസമോ ഇല്ലെങ്കിൽ പൗർണമിയുടെ അന്നോ ഇല്ലെങ്കിൽ രോഹിണി നക്ഷത്രത്തിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇപ്പോൾ ചിലവർക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് രോഹിണി നക്ഷത്രത്തിൽ തന്നെ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ ഈ പറയുന്ന വഴിപാടൊക്കെ നമുക്ക് വിശ്വാസപൂർവ്വം ഞായറാഴ്ച ചെയ്യാവുന്നതാണ്. നമ്മുടെ മനസ്സും ഭക്തിയുമാണ്. ഞാൻ ഈ ഒരു അറിവ് ഭക്തജനങ്ങളിലേക്ക് പങ്കുവെച്ച്, അതായത് രോഹിണി നക്ഷത്രക്കാരുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എത്രത്തോളം ഭക്തിപൂർവ്വം ഈ ഒരു ചന്ദ്രക്കലയും അതേപോലെ തന്നെ ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കും, നിങ്ങളുടെ അത്രയും പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതായത് അസുഖങ്ങൾ വരാം, അതേപോലെ തന്നെ തടസ്സങ്ങൾ, സാമ്പത്തികപരമായ
ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കൂടുതലായിട്ട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഈശ്വര അനുഗ്രഹം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാം. നമ്മൾ പറയാറില്ലേ, റോഡിൽ ഒരാൾ വീണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാരണം എന്താണ്, അവൻ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയുണ്ട്, അവനൊന്നും സംഭവിച്ചില്ല. അപ്പം രോഹിണി നക്ഷത്രക്കാരുടെ വരുന്ന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, അതിപ്പോൾ ശത്രുദോഷമായിട്ടെ, ആവിചാരദോഷമായിട്ടെ, പരിസരവാസികളിൽ നിന്നും പാരകൾ, ബന്ധുക്കളിൽ നിന്ന് പാരകൾ, ഇതൊക്കെയാണ് കൂടുതൽ രോഹിണി നക്ഷത്രക്കാരെ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക, ചന്ദ്രക്കല ഒഴിഞ്ഞ് മഹാദേവ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നന്മകളും രോഹിണി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതേപോലെ തന്നെ ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ രോഹിണി നക്ഷത്രക്കാർ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ നോക്കി കവടി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുക, ചന്ദ്രക്കല തലക്കൊഴിഞ്ഞ് സമർപ്പിക്കുക. ഇത് ചന്ദ്രക്കല ഒറ്റ തവണ ചെയ്താൽ മതി. അതേപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ 9 പ്രദക്ഷിണം വെച്ച് ചന്ദ്രഭഗവാന് വെളുത്ത ഉടയാടെ മുല്ലപ്പൂമാല ചാർത്തി ചന്ദ്രഭഗവാന് മാത്രമായിട്ട് അർച്ചന ചെയ്യുക. ചന്ദ്രഭഗവാന്റെ അനുഗ്രഹത്തോടെ രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്ന ആപത്തുകളും ദുരിതങ്ങളും എല്ലാ ദശാസന്ധികളും എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ജ്യോതിഷപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറാണ്, വാട്സപ്പ് നമ്പർ വഴി വിളിക്കാം. അല്ലാതെ ഓൺലൈൻ വഴി നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും.